എറണാകുളത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിനെതിരായ പീഡന പരാതി അട്ടിമറിക്കാൻ പോലീസ് കൂട്ടുനിൽക്കുന്നു എന്ന ഗുരുതര ആരോപണവുമായി ഇരയായ യുവതി. തൃക്കാക്കര കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അലി ഷാനയ്ക്കെതിരെയാണ് പരാതി. ഇയാളുടെ സഹോദരനും തൃക്കാക്കര നഗരസഭ വൈസ് ചെയർമാനുമായ അബ്ദു ഷാനയും കേസിൽ പ്രതിയാണ്. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാണിച്ച് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനൊപ്പം കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ഇതായിട്ട് അതിലൊരു കൊച്ചുണ്ടായിട്ടുണ്ട്. ആ കൊച്ചിനെ കുറെ ഇവർ കൊല്ലാൻ ശ്രമിക്കുകയും കാര്യങ്ങളും അങ്ങനെ കുറേ ഇൻസിഡന്റ് ഇതിലുണ്ട്. അതെല്ലാം ഞാൻ മൊഴിയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവരിത് പീഡനം മാത്രമാണ് ഈ കേസിൽ ഒതുക്കിയിരിക്കുന്നത്. നിരന്തരമായ ലൈംഗിക പീഡനം, 1 വയസ്സു മാത്രം പ്രായമുള്ള കുഞ്ഞിനും തനിക്കുമെതിരെ വധഭീഷണി മുഴക്കുക തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതി ഉന്നയിക്കുന്നത്. പിഞ്ചു കുഞ്ഞിനും തനിക്കുമെതിരെ പ്രതിയും കുടുംബവും നിരന്തരമായി കൊലപാതക ഭീഷണി മുഴക്കിയെന്ന കാര്യം യുവതി പരാതിയിൽ പറയുന്നുണ്ട്. എന്നാൽ അന്വേഷണം ഇപ്പോഴും ശരിയായ രീതിയിലല്ലെന്നും പോലീസ് കേസ് അട്ടിമറിക്കുകയാണെന്നും യുവതി ആരോപിക്കുന്നു. നമ്മളിപ്പോൾ മൊഴി കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് ഈ CI സാറ് ഇങ്ങനെ, കാരണം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിൽ ഒത്തിരി ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ അടുത്ത് പോയിട്ട്. സാറേ ഇന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിൽ ഫുൾ തെളിവും കാര്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ 6-ാം മാസത്തിൽ ഇവരെൻ്റെ വയറ് കീറി വേറൊരു കുട്ടിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അലിൻ്റെ അളിയനും അൻസാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരനും കൂടെ വന്നിട്ടാണ് എന്നെ നിർബന്ധിച്ച് കൊല്ലങ്കോട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. ഇപ്പം ഇവർ നല്ല രീതിയിൽ ഈ കേസ് അന്വേഷിക്കുകയെ ഇതിൻ്റെ കറക്റ്റായിട്ട് കണ്ടെത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് 2-ാം വർഷം ഒരിക്കലും ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവില്ല. പീഡന പരാതിയെ എതിർക്കുന്നതിനായി പ്രതി തനിക്കെതിരെ വ്യാജ ഹണി ട്രാപ്പ് കേസ് നൽകിയതായും യുവതി പറഞ്ഞു. അലി ഷാനയുടെ സഹോദരനും തൃക്കാക്കര നഗരസഭാ വൈസ് ചെയർമാനുമായ അബ്ദു ഷാനയും കേസിൽ പ്രതിയാണ്. യുവതിയെ ഭീഷണിപ്പെടുത്തിയതിനാണ് കേസെടുത്തിട്ടുള്ളത്. തന്നെ കാറിൽ പിന്തുടർന്ന പ്രതി ഭീഷണിപ്പെടുത്തിയെന്ന യുവതിയുടെ പരാതിയിലും കേസുണ്ട്. കേസ് അട്ടിമറിക്കാൻ ഇൻഫോ പാർക്ക് CI ശ്രമിക്കുന്നുവെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷൻ, DGP, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്കും യുവതി പരാതി നൽകിയിട്ടുണ്ട്. മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥയെ കേസ് ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടും യുവതി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി.